ഗവൺമെൻറ്റുകൾ എപ്രകാരം അതിസമ്പന്നരുടെ ഇച്ഛക്കൊത്ത് തുള്ളുകയാണെന്നതിൻ്റെ ഏറ്റവും കുപ്രസിദ്ധമായ തെളിവായിരുന്നു ചൈനയും ബ്രിട്ടനുമായി നടത്തിയ 1840-1842 ഒന്നാം കറുപ്പ് യുദ്ധം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും നിരവധി വ്യവസായികളും ചൈനയിലേക്ക് കറുപ്പ് തുടങ്ങിയ മയക്കുമരുന്നുകൾ കയറ്റിയച്ച് വലിയ സമ്പാദ്യമുണ്ടാക്കിയിരുന്നു. ഇതിൻ്റെ ഫലമായി ദശലക്ഷക്കണക്കായ ചൈനക്കാർ കറുപ്പിന് അടിമകളായി. ഇത് ചൈനയെ സാമ്പത്തികമായും സാമൂഹികമായും തളർത്തി. ആപത്ത് ഗ്രഹിച്ച ചൈനീസ് ഭരണകൂടം 1830-ൽ മയക്കുമരുന്ന് വ്യാപാരം നിരോധിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാരായ മയക്കുമരുന്ന് വ്യാപാരികൾ സർക്കാർ ഉത്തരവിനെ ധിക്കരിച്ച് വ്യാപാരം തുടർന്ന് ചൈനയിലെ അധികാരികൾ മയക്കുമരുന്ന് പിടിച്ചെടുക്കാനും നശിപ്പിക്കാനും തുടങ്ങി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉന്നതതലങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന മയക്കുമരുന്ന് വ്യാപാരികൾ സർക്കാരിൽ വലിയ സമ്മർദ്ദം ചെലുത്തി. പല പാർലമെൻറ്റ് അംഗങ്ങൾക്കും മന്ത്രിമാർക്കും മയക്കുമരുന്ന് കമ്പനികളിൽ ഓഹരികളുണ്ടായിരുന്നു. സ്വതന്ത്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് ആരോപണമുയർത്തിക്കൊണ്ട് 1840-ൽ ബ്രിട്ടൻ ചൈനക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ബ്രിട്ടന് വിജയം എളുപ്പമായി.